അക്ബറും ആര്യനും കൂടി കിച്ചണിൽ ഭയങ്കര ചർച്ച നടത്തുകയാണ്. അനീഷേട്ടൻ നോക്ക്, സത്യം, നേര്, നെറി, ജീവിക്കൽ, എന്തൊക്കെ നുണയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറയുടെ ഫ്രണ്ടിൽ നോക്കിയിട്ടാണ് ഇവർ പറയുന്നത്, ക്യാമറയോടാണ് പറയുന്നത്. ബിഗ് ബോസിനോട് പറയുകയാണോ അതോ പബ്ലിക്കിലോട്ട് പോകണമെന്ന് വെച്ചിട്ടാണോ ഇങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ക്യാമറയെ നോക്കിയാണ് രണ്ടുപേരൂടെ പറയുന്നത്. ഇന്ന് അനീഷേട്ടന് ഒരു പണി ഇവിടെ എടുത്തിട്ടില്ല. നൂറയാണ് ആദ്യം പറഞ്ഞത് ഡ്യൂട്ടി ചെയ്യാൻ വയ്യാന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫുഡും ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഹൈലൈറ്റ് ചെയ്തു. നമ്മൾ പറയുന്ന മാത്രം പിടിച്ചടിച്ച് നേര് നെറിയുള്ളവനല്ലേ അനീഷേട്ടൻ, മിണ്ടരുത്. എന്തെങ്കിലും ഒരു വാക്ക് ഒരു ക്യാപ്റ്റൻ പറഞ്ഞാണ് നൂറയോട് പറയുന്ന ഡ്യൂട്ടി കറക്റ്റായിട്ട് നൂറ ചെയ്യണം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ അനീഷേട്ടൻ? അനീഷ് മിണ്ടിയോ? ഷാനവാസ് മിണ്ടിയോ? അപ്പം നമ്മൾ മാത്രമാണോ വില്ലന്മാരെന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. പട്ടിയുടെ മാതിരി ഇവിടെ നിന്ന് ഷോൾഡർ വേദനയും കൈവേദനയും ഒക്കെ ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഡാർക്ക് റിയാലിറ്റിയെ പറ്റി സംസാരിക്കാനാണ് ഞാനിപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നതെന്ന് ആര്യം പറയുന്നുണ്ട്. ഇന്നൊരു എൻഡുറൻസ് ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്ക് കഴിഞ്ഞിട്ട് എല്ലാവരും ടയേർഡായിരുന്നു. പക്ഷെ ഞാനൊക്കെ എത്ര ടയേർഡായിട്ടും വന്നിട്ട് കിച്ചണിൽ നിന്നിട്ട് കുക്ക് ചെയ്തു. അവരിന്ന് ഒരു പണി എടുത്തിട്ടില്ല. ഫ്ലോറിൻ്റെ പണി ചെയ്തിട്ടില്ല, വാഷ്റൂമിൻ്റെ പണി ചെയ്തിട്ടില്ല, ഒരു പണി അവർ ചെയ്യാതെ അവരെല്ലാം റെസ്റ്റ് എടുക്കുകയാണ്. ഞങ്ങളെപ്പോഴും ഇവിടെ ജോലിയിൽ തന്നെയാണ്. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ തന്നെ വില്ലന്മാരായി. നമ്മൾ മാത്രം ഇവിടെ ജോലി എടുക്കുന്നു. വെസൽ ടീം അവരുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഇവർക്ക് മാത്രം എന്താണ്? നൂറ സ്വന്തമായിട്ട് ജോലി എടുക്കുന്നില്ല. എന്നിട്ട് സാവുമാനോടും ചെന്ന് പറയുന്ന ഡ്യൂട്ടി ചെയ്യണ്ട, അനീഷേട്ടനോടും പറയുന്നു ചെന്ന് ഡ്യൂട്ടി ചെയ്യണ്ട. എന്താ ഇത്? നമ്മൾ മാത്രം കഷ്ടപ്പെട്ടാൽ മതിയോ? ഇത് ക്യാമറയുടെ മുന്നിലോട്ട് നിന്നിട്ട് അക്ബർ ചോദിക്കുകയാണ്. ഇവർ ഭയങ്കര നാടകമാണ് ഇവിടെ കളിക്കുന്നത് എന്ന് ആര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അക്ബർ പറയാണ്, ഇവിടെ എല്ലാവർക്കും മടിയുണ്ട്. ഷാനവാസിന് മടിയുണ്ട്, എല്ലാവർക്കും മടിയുണ്ട്, നൂറയ്ക്ക് മടിയുണ്ട്, സാബുവിന് മടിയുണ്ട്. ഇവിടെ ആർക്കാണ് മടിയില്ലാത്തത്? എല്ലാവരും മടി പിടിച്ചിരിക്കുന്നതാണ്. നമ്മൾ മറ്റുള്ളവർ ക്യാപ്റ്റനായിട്ട് നിന്നപ്പോഴും നമ്മളെങ്ങനെയും ജോലി നിന്ന് സ്കിപ്പ് അടിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ സ്കിപ്പ് അടിക്കും. പക്ഷേ ഇന്നേ വരെ ഒരു ക്യാപ്റ്റൻ്റെയും ഫ്രണ്ടിൽ ചെന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് ഇവർ പറഞ്ഞ്. ഇവർ ടീമായിട്ട് കളിച്ചിട്ടാണ് നോമിനേഷന് ഇപ്പം ഷാനവാസ് സേഫായി, ആദിൽ സേഫായി. ഇവർ 6 പേര് ഒരു ടീമാണ്. 6 പേരാണ് മെജോറിറ്റിയിലുള്ളത്. നോക്കിക്കോ, നീ നോക്കിയിരുന്നോ, നമ്മളെ ജയിൽ നോമിനേഷനിനകത്ത് ഇവർ 6 പേരും കൂടി ഇടും. ഇപ്പം തന്നെ ഇവർ ഇങ്ങനെയുള്ള ഗെയിമാണ് കളിക്കുന്നത്. നീ എനിക്ക് വോട്ട് ചെയ്യും, ഞാൻ നിനക്ക് വോട്ട് ചെയ്യും. അങ്ങനെ സംസാരിച്ച് കളിക്കുന്ന വൃത്തികെട്ട ഗെയിമാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്.